ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2156. ഇന്ന് നവംബർ മാസം 25-ാം തീയതി. ഈ ആണ്ടിലെ 329-ാമത്തെ ദിവസത്തിലെത്തി. നല്ല തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുകയാണ് വൃദ്ധനായ മനുഷ്യൻ. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സീറ്റുകളൊന്നും ഒഴിവില്ല. ചില സ്റ്റോപ്പുകളിലൊക്കെ ബസ് നിർത്തുന്നുണ്ട്. പുതിയതായിട്ട് ആളുകൾ കയറുന്നതല്ലാതെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആരും തന്നെ ഇറങ്ങുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് ഇറങ്ങുമ്പോൾ ഒഴിവ് വരുന്ന സീറ്റിൽ ഇരിക്കാനായിട്ട് ആ വൃദ്ധൻ ഇങ്ങനെ ചുറ്റിലും തപ്പുന്നുണ്ട്. ഒരു നേരമായപ്പോൾ ഒരാൾ എണീക്കുകയാണ് ഇറങ്ങാനായിട്ട്. വൃദ്ധന് മനസ്സിലായി ആ സീറ്റ് തനിക്ക് കിട്ടത്തില്ല. കാരണം അതിനോട് ചേർന്ന് തന്നെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണെങ്കിലും ഒരു യാത്രക്കാരൻ നിൽക്കുന്നുണ്ട്. ആ ഒഴിവ് വന്ന സീറ്റിലേക്ക് വേഗം ഇരിക്കാനായിട്ട് അയാൾക്കാണ് സാധിക്കുക. വൃദ്ധനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ ഇരിക്കാതെ വൃദ്ധനെ വന്ന് വിളിച്ച് അവിടെ കൊണ്ടിരുത്തി. അതിനുശേഷവും ആ ചെറുപ്പക്കാരൻ ഇരിക്കാൻ പാകമായി പലയിടത്ത് സീറ്റ് തരപ്പെട്ടെങ്കിലും അയാൾ അതിനൊന്നും ഇരിക്കാതെ മറ്റ് നിൽക്കുന്ന യാത്രക്കാരെയൊക്കെ ക്ഷണിച്ച് അവിടെ ഇരുത്താനായിട്ട് ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും കണ്ടു. ഒടുവില് ഈ വൃദ്ധൻ ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ ബോധപൂർവം ആ ചെറുപ്പക്കാരൻ്റെ അടുത്തെത്തിയിട്ട് വൃദ്ധൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഇരിപ്പിടം കൈമാറുന്നു ഞാൻ ശ്രദ്ധിച്ചു, എന്താണ്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാനൊരു ധ്യാനമൊക്കെ കൂടിയിട്ട് വരുന്ന വഴിയാണ്. കൊടുത്ത് പഠിക്കണം, ഉള്ളത് കൊടുത്ത് ശീലിക്കണമെന്ന ഒരു വലിയ പാഠം എനിക്ക് തുറന്നു കിട്ടി. അതുവരെ ഞാനൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഇനി കൊടുത്തൊന്ന് ജീവിക്കാനായിട്ട്, നൽകി ജീവിക്കാനായിട്ട് ഞാനും തീരുമാനമെടുത്താണ് ഈ ബസ്സിൽ കയറിയത്. ഒന്നും തോന്നരുത്, ആർക്കും ഒന്നും കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പണമില്ല, പകർന്നു കൊടുക്കാനായിട്ട് എന്നിൽ അറിവുമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വട്ട പൂജ്യമാണ്. നിരാശയുണ്ടായിരുന്നു, ഇപ്പോൾ ആ നിരാശയില്ല. പിന്നീടാണ് ഞാൻ ഓർത്തത്, പണമില്ലെങ്കിലും അറിവില്ലെങ്കിലും സ്ഥാനമാനങ്ങളില്ലെങ്കിലും ചിലപ്പോ ചിലതെല്ലാം നമുക്ക് തൽക്കാലത്തേനാണേലും സ്വന്തമായിട്ട് കിട്ടുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഈ ബസ്സിലെ എനിക്കും ഇരിക്കാൻ അർഹതപ്പെട്ട, അവകാശപ്പെട്ട ഇരിപ്പിടം. അത് ഞാനൊന്ന് കൈമാറിയപ്പോൾ അത് കിട്ടിയ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കണ്ണുകളിലെ തിളക്കവും ഒരു കൃതജ്ഞതയുമൊക്കെ എന്നെ എന്തുമാത്രം കൂടുതൽ സൗഖ്യപ്പെടുത്തിയെന്നറിയാമോ? അങ്ങനെ എനിക്കിങ്ങനെ കിട്ടുന്ന സൗഖ്യം ഞാനെന്തിനാണ് കാണാതെയും ഏറ്റെടുക്കാതെയും അനുഭവിക്കാതെയും ഒക്കെ പോകുന്നത്? എനിക്ക് നിങ്ങൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ നൽകാനുണ്ടാവും. പണമാവണമെന്നില്ല, വിഭവങ്ങളാവണമെന്നില്ല, അറിവും ആവണമെന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കൊടുത്ത് ശീലിക്കാനായിട്ട് തൻ്റെ ജീവനെയും ജീവിതത്തെയും സകലത്തെയും തൻ്റെ ശരീരത്തെയും ചോരയും ഒക്കെ ക്രിസ്തുയേശു നൽകി നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നത്. ഉള്ളത് എന്തൊക്കെയാണെങ്കിലും ഒന്ന് പങ്കുവെക്കാനായിട്ട് എന്നെയും ഒന്ന് പാകപ്പെടുത്തണമേ കുറച്ചുകൂടി. പ്രാർത്ഥനയോടുകൂടി ആമേൻ.